ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഫെബ്രുവരി 20 വെള്ളിയാഴ്ച പുതിയ സിനിമകളുടെ ഭാഗമായി മലയാളത്തിൽ നിന്ന് കാര്യമായ റിലീസൊന്നും ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. അതേസമയം ഹിന്ദി സിനിമയുടെ ഭാഗമായി ബോളിവുഡിൽ നിന്ന് ഏകദേശം 3ഓളം സിനിമകളുടെ ലിസ്റ്റ് പുറത്തു വന്നിട്ടുണ്ട്. അനുഭവ് സിംഗ് തിരക്കഥ സംവിധാനം ചെയ്യുന്ന അസി എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത്. മുഹമ്മദ് സീഷാൻ അയൂബ്, ആദിഖ് ജയ്സ്വാൾ, കനി കുസൃതി എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഒരു കോർട്ട് റൂം ഡ്രാമ കാറ്റഗറിയിൽ വന്ന സിനിമ കൂടിയാണ് അസി. അഭിരുചി ചന്ദ് തിരക്കഥ എഴുതി രവി ഉദ്യാവർ സംവിധാനം ചെയ്യുന്ന ദോ ദീവാനെ സെഹർ മേം എന്ന ബോളിവുഡ് സിനിമ നാളെ തിയേറ്ററിലെത്തുന്നുണ്ട്. ഒരു റൊമാൻറ്റിക് എൻ്റർടൈനർ കാറ്റഗറിയിൽ വന്ന ഈ സിനിമയിൽ സിദ്ധാർത്ഥ് ചതുർവേദി, മൃണാൾ താൽക്കൂർ എന്നിങ്ങനെയാണ് താരങ്ങൾ. ആശിഷ് മാൽ സംവിധാനം ചെയ്യുന്ന ഷടക്ക് എന്ന ബോളിവുഡ് സിനിമയും നാളെ തിയേറ്ററിലെത്തുന്നുണ്ട്. അനിൽ അഗർവാൾ, ഉത്സവ് ഡാൻ, രോഹിത് ഗഹ്ലോത്ത് എന്നിങ്ങനെയാണ് താരങ്ങൾ. മോഹൻലാൽ, ശ്രീനിവാസൻ എന്നിവർ പ്രധാന താരങ്ങളായി റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്ത് 2005 തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടുന്ന മലയാള സിനിമയാണ് ഉദയനാണ് താരം. ഈ സിനിമ കഴിഞ്ഞ വാരം 4K റീമാസ്റ്റർ പതിപ്പായി വീണ്ടും തിയേറ്ററിലെത്തുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും തിയേറ്റർ കിട്ടാത്തതുകൊണ്ടോ ആളില്ലാത്തതുകൊണ്ടോ റിലീസിംഗ് മാറ്റിവെക്കുകയായിരുന്നു. അതേസമയം നാളെ ഫെബ്രുവരി 20 വെള്ളിയാഴ്ച ഈ സിനിമയുടെ റീ റിലീസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നാളെ ഫെബ്രുവരി 20 വെള്ളിയാഴ്ച വിദ്യാർത്ഥിനികളെ എന്ന ഒരു ചെറിയൊരു മലയാള സിനിമകളുടെ റിലീസിംഗ് അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. മനോജ് വിവാൻ, ഭാവന അപ്പു, ചന്ദ്രൻ ഷെട്ടി എന്നിങ്ങനെയാണ് പ്രധാന അഭിനേതാക്കൾ. ഈ സിനിമ തിരക്കഥ സംവിധാനം ചെയ്യുന്നത് അരുൺ ആണ്. 2026 തിയേറ്ററിലെത്തി വിജയിച്ച ആദ്യ മലയാള സിനിമയാണ് ചത്താ പച്ച. സനൂപ് തൈക്കൂടം തിരക്കഥ എഴുതി അദ്വൈത് നായർ സംവിധാനം ചെയ്ത് ജനുവരി 22 തിയേറ്ററിലെത്തിയ ഈ സിനിമയിൽ അർജുൻ അശോകൻ, റോഷൻ മാത്യു, വിശാഖ് നായർ, ഇഷാൻ ഷൗക്കത്ത്, മമ്മൂട്ടി എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമ നെറ്റ്ഫ്ലിക്സ് വഴി ഇന്നലെ അർദ്ധരാത്രി 12 മണിയോടെ OTT സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് ഈ സിനിമയുടെ കേരള റെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. ഈ സിനിമ ഇന്നലെ ബുധനാഴ്ച വരെയുള്ള 28 ദിവസം കൊണ്ട് കേരളത്തിൽ 17,40,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 2,30,00,000 ഉൾപ്പെടെ 19,70,00,000 രൂപയാണ് ഇന്ത്യൻ കളക്ഷൻ. മിഡിൽ ഈസ്റ്റിൽ നിന്ന് $1.1 മില്യൺ കളക്ട് ചെയ്ത ഈ സിനിമ ടോട്ടൽ വിദേശ കളക്ഷനായി $1.52 മില്യൺ കളക്ട് ചെയ്തത്. അതായത് 13,80,00,000 രൂപ. അങ്ങനെ 33,50,00,000 രൂപയാണ് ഈ സിനിമ ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിട്ടുള്ളത്. ഗോകുലം മൂവീസിന്റെ പാനലിൽ ഗോകുലം ഗോപാലൻ നിർമ്മിച്ച് ഡി പ്രജിത്ത് സംവിധാനം ചെയ്ത് ഫെബ്രുവരി 6 വെള്ളിയാഴ്ച തിയേറ്ററിൽ പോസിറ്റീവ് അഭിപ്രായം നേടുന്ന മലയാള സിനിമയാണ് ആശകൾ 1000. ജയറാം, കാളിദാസ് ജയറാം, ആശ ശരത്, ഷറഫുദ്ദീൻ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ ഇന്നലെ ബുധനാഴ്ച വരെയുള്ള ആദ്യ 13 ദിവസത്തെ കേരള റെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതുപ്രകാരം കേരളത്തിൽ 5,97,00,000, കർണാടകയിൽ 40,00,000, തമിഴ്നാട്ടിൽ 24,00,000, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 12,00,000 എന്നിങ്ങനെ ആദ്യ 13 ദിവസം കൊണ്ട് 6,73,00,000 രൂപയാണ് ഇന്ത്യൻ കളക്ഷൻ. വിദേശത്ത് നിന്ന് $308,000 അതായത് $2,80,00,000 രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ലോകമെമ്പാടുമായി 13 ദിവസം കൊണ്ട് 9,53,00,000 രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. കേരള ഷെയറായി 2,80,00,000 രൂപയും വേൾഡ് വൈഡ് ഷെയറായി ഈ സിനിമയ്ക്ക് 4,15,00,000 രൂപയുമാണ് നേടിയെടുക്കാനായിട്ടുള്ളത്. വിജേഷ് പാണത്തൂർ സംവിധാനം ചെയ്ത് ജനുവരി 30 തിയേറ്ററിലെത്തി ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ മലയാള സിനിമയാണ് പ്രകമ്പനം. സാഗർ, സൂര്യ, ഗണപതി, അല്ലമീൻ, മല്ലിക, സുകുമാരൻ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ ഇന്നലെ ബുധനാഴ്ച വരെയുള്ള 20 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 12,76,00,000 രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. 21 ദിവസമായി ഇന്ന് വ്യാഴാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 20,00,000 റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 13 കോടിക്ക് അടുത്താണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തി നിൽക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 20 കോടി റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. റഹ്മാൻ, ഭാവന എന്നിവർ പ്രധാന താരങ്ങളായി റിയാസ് മാരാത്ത് തിരക്കഥ സംവിധാനം ചെയ്ത് ഫെബ്രുവരി 6 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് അനോമി. ഈ സിനിമ 13 ദിവസം ഇന്നലെ ബുധനാഴ്ച കേരളത്തിൽ 10,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 2,52,00,000 രൂപയാണ് 13 ദിവസത്തെ കേരള കളക്ഷൻ. 14 ദിവസമായി ഇന്ന് വ്യാഴാഴ്ചയും ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 10,00,000 റേഞ്ചിൽ തന്നെയാണ്. ഇന്ന് വ്യാഴാഴ്ചയോടെ സിനിമ 2 ആഴ്ച പിന്നിടുമ്പോൾ ലോകമെമ്പാടുമായി 3.5 കോടി റേഞ്ചിലാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. അരുൺലാൽ രാമചന്ദ്രൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഫെബ്രുവരി 13 തിയേറ്ററിലെ മലയാള സിനിമയാണ് സുഖമാണോ സുഖമാണ്. മാത്യു തോമസ്, ദേവിക സജ്ജയ് എന്നിവർ അഭിനയിച്ച ഈ സിനിമയുടെ ഇന്നലെ ബുധനാഴ്ച വരെയുള്ള 6 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 64,75,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 7 ദിവസം ഇന്ന് വ്യാഴാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 6,00,000 റേഞ്ചിലാണ്. അങ്ങനെ 7 ദിവസം കൊണ്ട് കേരളത്തിൽ 70,00,000 സ്വന്തമാക്കിയ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 90,00,000 റേഞ്ചിലുമാണ്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.